ഞാൻ തെയ്യം കാണാൻ പോകും. ഇന്നേ ജീവിതശൈലി രോഗനിർണയത്തിന്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. ഒന്ന് സ്ക്രീൻ ചെയ്തിട്ട് പോയാൽ പോരെ? അത് ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അല്ല, അത് ഭാര്യയുടെ അടുത്ത് ഭാര്യക്കല്ലേ നോക്കാൻ പറ്റുള്ളൂ. ബാബുട്ടിനെ നോക്കിട്ട് പോവാന്നേ. ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാന്നേ. ഇരിക്കും നോക്കാം. ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയത് റിസൾട്ട് ഒന്ന് ഷുഗറാ. ഷുഗർ ഒന്നും വരില്ല. പിന്നെ രാവിലെ ഭക്ഷണം കുറവാണ്, തീരെ കഴിക്കില്ല. ഭക്ഷണം കുറവാണ് കഴിക്കില്ല, അവിടെ ഷുഗർ ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കിയാലോ, ഷുഗർ ഒന്ന് നോക്കിയാലോ? ഷുഗർ നോക്കാം. ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് എത്ര സമയമായി? ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറായി. ഷുഗർ നോക്കാം. ഉണ്ട്. 270? അത് കുറവല്ലേ? കുറവെന്നോ? ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ അത് എങ്ങനെയാ കുറയണത്? നമ്മൾ എന്തായാലും രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷമോ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഷുഗർ ഉണ്ടോ, ഷുഗറിൻ്റെ ലെവൽ കറക്റ്റ് ആയിട്ട് മരുന്ന് എടുക്കേണ്ടി വരുന്ന ഷുഗർ ആണോ അല്ല നോർമൽ ആയിട്ടുള്ളതാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് എരമംകുറ്റൂര്, അവിടെ പോയാൽ മതി. അവിടെ നിന്ന് രാവിലെ ഭക്ഷണം കയ്യിൽ കരുതിക്കോളും. അവിടെ ചെന്നിട്ട് ആദ്യം ബ്ലഡ് എടുത്തതിന് ശേഷം അവിടെ ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കാം ബ്ലഡ്. നോക്കുമ്പോഴത്തേനും ഒന്നുകൂടെ കൊളസ്ട്രോളും കൂടെ അതിൽ തന്നെ നോക്കാൻ പറഞ്ഞാൽ മതി. കാരണം എന്ന് വെച്ചാലേ നമ്മുടെ ഈ ഡയബറ്റിക് ഇതിന്റെ കൂടെ എപ്പോഴും ഒന്നെങ്കിലും നമുക്ക് BP ഉണ്ടാകും, അതല്ല എങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകും. ഇത് രണ്ടും ഇല്ല എങ്കിൽ തൈറോയ്ഡ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ കൂട്ടിന് വന്നിട്ടുണ്ടാവും. രണ്ടും ചേർന്നിട്ടൊക്കെ ഉണ്ടാവുള്ളൂ, ഒറ്റ മാത്രമായിട്ട് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അതൊക്കെ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാ BP നോക്കിയാലോ? നന്നായിട്ടുണ്ടല്ലോ. 156 ഉണ്ട്, 90 ഉണ്ട്. ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ടെങ്കിലും നമ്മൾ BP ചെക്ക് ചെയ്യേണ്ട ആവശ്യത ഉണ്ട്. എന്നാലാണോ നമ്മുടെ കറക്റ്റ് നോർമൽ ആയിട്ട് നമുക്ക് എത്രയാണ് BP എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. സ്ഥിരമായിട്ട് കഴിക്കേണ്ടതായിട്ട് വരില്ല, അത് ഡോക്ടർ തീരുമാനം എടുക്കേണ്ടത്. കാരണം ഭക്ഷണത്തിൽ കുറച്ച് ക്രമീകരണം നടത്താൻ പറ്റും. ഓരോടനെ മെഡിസിൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മൾ ആദ്യം കുറച്ച് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്തിട്ട് ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പിന്റെ അംശങ്ങൾ കൂടുതലുള്ള സാധനങ്ങൾ, ഓവറായിട്ടുള്ള ഓയിൽ അടങ്ങിയ ഭക്ഷണം, പിന്നെ ഫാസ്റ്റ് ഫുഡ്, ഇങ്ങനെയൊക്കെ ഉള്ളത് പരമാവധി ഒഴിവാക്കണം. ശേഷം കുറച്ച് വ്യായാമം ചെയ്യുക. വ്യായാമം പഠിച്ചിട്ട് കാര്യമില്ല. രാവിലെ ഒരു 10-15 മിനിറ്റ് ഒന്ന് നടന്നാൽ മതി. ഭക്ഷണം കഴിക്കാണ്ടിരുന്നാലും നമുക്ക് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഭക്ഷണത്തിന്റെ അളവ് കൃത്യമായിട്ട് വേണം. ബാബുട്ടിന് പായസം ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ അമിതമായിട്ട് മധുരം ചെല്ലുകയാണെങ്കിലും നമുക്ക് ഡയബറ്റിക് വരാം. അപ്പൊ പായസത്തിന്റെ അളവൊക്കെ കുറയ്ക്കുക. അല്ല ബാബുട്ട, ഇപ്പൊ ബാബുട്ടിന് ഒരു അസുഖം ഇല്ലെന്നല്ലേ ബാബുട്ടൻ പറഞ്ഞിട്ട് പോയത്? പിന്നെ ഭാര്യനെ പറഞ്ഞേക്കാന്നാ പറഞ്ഞത്. ഭാര്യനെ പറഞ്ഞിട്ടെങ്കിൽ ഇപ്പൊ നോക്കുമ്പോൾ തന്നെ ഷുഗർ ഉണ്ട്, BP ഉണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റുകൾ നടത്തിയാൽ അറിയാം വേറെ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന്. ഭാര്യ പറഞ്ഞാൽ ഇതൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. തിരക്കിന്റെ ഇടയിൽ ഒരു 10-15 മിനിറ്റ് എന്തായാലും നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയുന്നത് നല്ലതല്ലേ? ആശുപത്രി പോകണം. ഇപ്പോൾ ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. എന്തായാലും ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകേണ്ടിയിരിക്കും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഭാര്യ വീട്ടില് 18 വയസ്സിന് മേലുള്ള ആരുണ്ടെങ്കിലും അവരെയൊക്കെ കൂട്ടി പോരെ. അടുത്തുള്ളവരോട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. സന്തോഷം. ശരി.